റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മോസ്കോയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സൗഹൃദം ഏറ്റവും ഉയരമുള്ള പർവ്വതത്തേക്കാൾ പൊക്കമുള്ളതും ഏറ്റവും ആഴമുള്ള സമുദ്രത്തേക്കാൾ അഗാധവുമാണെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഇന്ത്യ എക്കാലവും റഷ്യയ്ക്കൊപ്പമായിരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. പ്രതിരോധ സഹകരണം സംബന്ധിച്ച വിവിധ വിഷയങ്ങളിൽ പുടിനുമായി ചർച്ച നടന്നെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. റഷ്യയിൽ ത്രിദിന സന്ദർശനത്തിനെത്തിയ രാജ്നാഥ് സൈനിക സഹകരണം സംബന്ധിച്ച ഇന്ത്യ റഷ്യൻ കമ്മീഷൻ സഹ അധ്യക്ഷം വഹിച്ച ശേഷമാണ് പുടിനെ കണ്ടത്. അതിനിടെ കഴിഞ്ഞ ദിവസമാണ് 2016 ഇന്ത്യ റഷ്യയ്ക്ക് ഓർഡർ നൽകിയ 2 നാവിക കപ്പലുകളിലൊന്നായ ഫ്രിഗേറ്റ് INS തുഷിലിന്റെ താക്കോൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനെ മോസ്കോയിൽ കൈമാറിയത്. കപ്പലിന്റെ പ്രാഥമിക എഞ്ചിനുകൾ, ഗ്യാസ് ടർബൈനുകൾ എന്നിവ നിർമ്മിച്ചത് യുക്രൈനിലാണ്. യുക്രൈൻ എഞ്ചിനുള്ള യുദ്ധക്കപ്പൽ റഷ്യ ഇന്ത്യക്കായി നിർമ്മിച്ചത് ഇരു രാജ്യങ്ങൾക്കും ഇന്ത്യയോടുള്ള ബന്ധം വ്യക്തമാക്കുന്നു. റഷ്യയിൽ നിന്നുള്ള 2 കപ്പലുകൾക്ക് പുറമെ സമാനമായ 2 എണ്ണം കൂടി ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു. അവ ഗോവയിലെ കപ്പൽശാലയിൽ നിർമ്മിക്കാനാണ് സാധ്യത. ഇന്ത്യൻ നാവികസേനയിലെ ഭൂരിഭാഗം കപ്പലുകളും യുക്രൈൻ കമ്പനിയായ സോറിയ മാഷ്പ്രോക്റ്റ് നിർമ്മിച്ച ഗ്യാസ് ടർബൈനുകളാണ് ഉപയോഗിക്കുന്നത്. എഞ്ചിനുകൾ യുദ്ധക്കപ്പലിൽ സ്ഥാപിക്കുന്നതിന് മുൻപ് ഇന്ത്യ ഇത് യുക്രൈനിൽ നിന്ന് വാങ്ങി റഷ്യയിൽ എത്തിക്കുകയായിരുന്നു. 2018 ഇന്ത്യയും റഷ്യയും $5.43 ബില്യൺ കരാറിൽ ഒപ്പുവെച്ചതോടെ S-400 വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ 5 യൂണിറ്റുകൾ ഇന്ത്യ കരസ്ഥമാക്കിയിരുന്നു. ഒക്ടോബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യ സന്ദർശിച്ചതിന് മാസങ്ങൾക്ക് ശേഷമാണ് രാജ്നാഥ് സിംഗിന്റെ യാത്ര.